ഇപ്പം ഏറ്റവും അടുത്ത് കണ്ട ചില വാർത്തകൾ വളരെയധികം ചിന്തിപ്പിച്ചതാണ്. സോ ഞാനൊരമ്മയാണ്, എനിക്ക് മകനുണ്ട്. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സി സെക്ഷനും അതിന് അനുബന്ധമായ പ്രശ്നങ്ങളും കഴിഞ്ഞ് ഒരു കുട്ടി ജനിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ നാച്ചുറൽ പ്രസവത്തെക്കുറിച്ച്, അതിനുശേഷം ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ഒരു വിവാദത്തെക്കുറിച്ച് കണ്ടു കഴിഞ്ഞ് ഒരുപാട് അവരുടെ തന്നെ ഒരുപാട് ഇൻ്റർവ്യൂസിൽ എന്തുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകണ്ട, എന്തുകൊണ്ട് വീട്ടിൽ പ്രസവിക്കണം എന്നിങ്ങനെയുള്ള ചർച്ചകളെല്ലാം തന്നെ കണ്ടു കഴിഞ്ഞു. ഞാൻ ആദ്യം തന്നെ ഇത്ര അധികം കേസുകൾ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കട്ടെ, വീട്ടിൽ പ്രസവിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഫറാൻ സപ്പോർട്ട് ചെയ്യും? ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. കാരണം ഗവൺമെൻറ്റും പ്രൈവറ്റുമായിട്ട് ഇത്രയും സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്തിനാണ് അറിഞ്ഞുകൊണ്ട് ഒരു റിസ്കിലേക്ക് എടുത്ത് ചാടേണ്ട കാര്യം? ഒന്നത്, ഇന്ന് ഓരോ ജനിച്ച് വീഴുന്ന കുട്ടിയും പ്രഷ്യസ് ആണ്. കാരണം ഹി ഓർ ഷീ ഈസ് ഗോയിങ് ടു ബി എ സിറ്റിസൺ. അതിനൊരു വാല്യൂ ഉണ്ട്. അതിനെ നമ്മളൊരു ഹൈ റിസ്കിലോട്ട് കൊണ്ടുപോയിട്ട് നശിപ്പിക്കാൻ പറ്റില്ല. നമ്മുടെ ഒരു കുഞ്ഞ് ഈ രാജ്യത്തെ പൗരനായിട്ട് മാറണം എന്നുള്ളതുണ്ടെങ്കിൽ അതിനെ സേഫർ സോണിൽ, സേഫർ എൻവയറമെൻറ്റിൽ ഡെലിവറി നടത്താനുള്ള സിസ്റ്റം നാട്ടിലുണ്ട്. അത് പണമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഗവൺമെൻറ് സിസ്റ്റം ഇന്ന് അത്രയും വലുതായി കഴിഞ്ഞു. അതേപോലെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസും അതുപോലെ മുന്നോട്ട് പോയി കഴിഞ്ഞു. ഇപ്പം ഒരു ബേബിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത് നമ്മുടെ ആ ഒരു ഹോസ്പിറ്റൽ സെറ്റിങ്ങിൽ തന്നെ ഏറ്റവും നല്ല NICUs, ഏറ്റവും നല്ല നിയോനൈറ്റോളജിസ്റ്റ്, ഇവരെ രക്ഷിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഇരിക്കവേ ഏതോ ഒരു യൂട്യൂബിൽ പറഞ്ഞത് കേട്ട്, അല്ലെങ്കിൽ ഏതോ ഒരു ഫേസ്ബുക്കിൽ വന്നൊരു വാർത്ത കേട്ട് ഞാൻ വീട്ടിൽ നിന്നേ പ്രസവിക്കൂ എന്ന് പറയുന്നത് വളരെ വളരെ എന്താ പറയുക, വിവരമില്ലായ്മയാണ്. ഈ വീട്ടിൽ പ്രസവിക്കുന്നതിൻ്റെ ഇപ്പോൾ പണ്ട് എൻ്റെ അമ്മാമ്മ, വല്യമ്മാമ്മ, നമ്മുടെ എല്ലാം വീട്ടിൽ അവർ മൂത്തവരെല്ലാം അങ്ങനെ പ്രസവിച്ച് അന്ന് വീട്ടിൽ വന്ന് വയറ്റാട്ട് വരിക, പ്രസവിക്കുക എല്ലാം ഉണ്ട്. അന്ന് എല്ലാവരും പറയുന്നു ഇത്രയും പിള്ളേർ ജനിച്ചില്ലേ. പക്ഷേ ഞാൻ ഒരുപാട് വീടുകളിലും ഒരു കുഞ്ഞോ രണ്ട് കുഞ്ഞോ അമ്മയോ എല്ലാം മരിച്ച കഥകൾ ഞാനും കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഒരാൾ ഹോസ്പിറ്റലിൽ എത്തേണ്ടത്? പ്രസവത്തിൻ്റെ പ്രോസസ്സ് ബൈ പ്രോസസ്സ് വൈ എന്നുള്ളതൊന്ന് പറയാമോ? അതായത് അതിൻ്റെ ആ ഒരു മെഡിക്കൽ നീഡ് എന്താണ്, എന്തുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ എത്തേണ്ടത്? ഇപ്പം ഒരു ആൾ കൺസീവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ജേണി ഉണ്ട്. ആ 9 months ജേണി, ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റർ, തേർഡ് ട്രൈമസ്റ്റർ, ഇതിനെല്ലാം ഇപ്പോൾ ഒരു പ്രോട്ടോകോൾ ബേസ്ഡാണ് പോകുന്നത്. കാരണം ഇൻവെസ്റ്റിഗേഷൻസ്, ഇപ്പോൾ അൾട്രാസൗണ്ട് എന്നൊക്കെ എടുക്കണം. ആദ്യത്തെ ട്രൈമസ്റ്ററിന് കുട്ടിയുടെ പൊസിഷനും കുട്ടിയുടെ എന്തെങ്കിലും അംഗവൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ അത് തന്നെ തിരിച്ചറിയാനുള്ള സംവിധാനങ്ങൾ ഇന്ന് സ്ട്രോങ് ആണ്. പിന്നെ മാതൃശിശു മരണ നിരക്ക് കുറയ്ക്കുക, ഏറ്റവും മിനിമൈസ് ചെയ്യുക എന്ന് തന്നെ ഗവൺമെൻറ് തന്നെ, കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റാണ്. അത് വളരെ ഭംഗിയായിട്ട് അവർ ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി സപ്പോർട്ടീവായിട്ട് ഒരുപാട് പദ്ധതികൾ അവരുടെ ഇടയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് പ്രൈവറ്റ് ഹോസ്പിറ്റൽസും ഗവൺമെൻറ് ഹോസ്പിറ്റൽസും എല്ലാം നടപ്പിലാക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാതൃശിശു മരണസംഖ്യ ഇന്ത്യയിൽ ഒട്ടാകെ കൂടുതലായിരുന്നു. പക്ഷെ കേരളത്തിൽ നമ്മളിപ്പോഴത്തെ ഇത്രയും സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട്, ഒരു RRT ടീം തന്നെ അതിൻ്റെ അകത്ത് പുറകെ പ്രവർത്തിക്കുന്നതുകൊണ്ട് അത് വളരെ താന്ന് കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് തന്നെയാണ് ഈ പ്രോട്ടോകോൾസ് വെക്കുന്നത്. അപ്പം ഒരു മെഡിക്കൽ ടീം ഇത്രയും സ്ട്രോങ് ആയിട്ട് അതിൻ്റെ പിന്നാലെ പോകുമ്പോൾ ഞാനും രേണു സംബന്ധിച്ച് നോൺ മെഡിക്കൽ ആൾക്കാരാണ്. നമുക്ക് സയൻസ് അറിയില്ല. ഇതറിയാത്ത ആൾ വീട്ടിൽ പോയി നമ്മൾ ഈ ബലപരീക്ഷണത്തിൽ നിൽക്കണോ? അല്ലേ? ഈ പഴയ കാലഘട്ടത്തിൽ ഇത്രയും ആശുപത്രികളില്ലായിരുന്നു, ഇത്രയും ഡോക്ടേഴ്സ് ഇല്ലായിരുന്നു, ഇത്രയും ഫെസിലിറ്റീസ് ഇല്ലായിരുന്നു. ആ സമയത്ത് അത് ഓക്കെ ആയിരുന്നു. പക്ഷേ ആ സമയത്ത് ഇത് എത്ര പേര് മരിച്ചു എന്ന കണക്ക് നമ്മളുടെ അടുത്തില്ല, എന്തൊക്കെയാണ് ഇതിൻ്റെ അപകടങ്ങളുണ്ടായ കണക്ക് നമ്മളുടെ അടുത്തില്ല, ഒന്നുമില്ല. ഇന്ന് നമുക്കിതെല്ലാം ഉണ്ട്. ഇതെല്ലാം ഉണ്ട്, ഫെസിലിറ്റീസ് ഉണ്ട്. പണം ഇല്ലാത്തവർക്കും ഇതിന് സംവിധാനങ്ങൾ നാട്ടിലുണ്ട്. സർക്കാർ സംവിധാനം അത്രയും സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ മനുഷ്യൻ അറിഞ്ഞുകൊണ്ട് ഈ ആത്മഹത്യ ചെയ്യുന്ന പരിപാടിയുണ്ട്. അതിലോട്ട് ചെയ്യരുത്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ആത്മഹത്യയിലേക്ക് പോവുകയാണ്. അത് മരണം നമ്മൾ വിളിച്ചു വരുത്തുകയാണ്. അപ്പോൾ ഇതിൽ ഇപ്പം ആദ്യം തന്നെ നമ്മൾ ഈ എല്ലാ ട്രൈമസ്റ്ററിലും നടത്തുന്ന നമ്മുടെ സ്കാനുകളുണ്ട്. ഇപ്പോൾ അവസാനത്തെ മാസം വരെ നമ്മൾ സ്കാനുകൾ നടത്തും. അപ്പോൾ ഇതിലൊരു കൂട്ടർ ചോദിക്കുന്നൊരു വാദം ഇതാണ്, എല്ലാം നോർമലാണെങ്കിൽ, സ്കാനിലെല്ലാം നോർമലാണ്, കുട്ടിയുടെ തല പൊസിഷൻ കറക്റ്റാണ്, വയറിടിയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ആശുപത്രി? കാരണം അങ്ങനെ വയറിടിഞ്ഞു എല്ലാം വന്നാൽ വെരി നോർമൽ. അങ്ങനെ നോർമലായിട്ടുള്ള ഒരാൾക്ക് വീട്ടിൽ പ്രസവിച്ചു കൂടെ? അതിൽ അപകടങ്ങളുണ്ടോ? അപകടം വെച്ചാൽ ഒരുപാട് അപകടങ്ങളുണ്ട്. ഞാൻ പറഞ്ഞേ, അതിലൊരു 1% റിസ്ക് പോലും എടുക്കരുത് എന്നുള്ളതാണ്. എന്തിനാണ് നമ്മൾ എടുക്കുന്നത്? ഒരു ഹൈ ബ്ലീഡിങ് ഉണ്ടായി, നമ്മൾ എങ്ങനെ കൊണ്ട് ഓടും? ഈ അടുത്ത കാലത്ത്, കുറച്ചു കാലം മുന്നേ ഒരു സെലിബ്രിറ്റി നമ്മൾ കേട്ട കഥയാണ്, അല്ലേ? അപ്പം അത്തരം സെലിബ്രിറ്റീസ് വരെ ഇതിന് പോകുന്നുണ്ടെങ്കിൽ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളതാണ്. ഇത് കണ്ട് ഓടാൻ ഒരുപാട് ആൾക്കാരുണ്ട് താനും. അതായത് എനിക്കറിയാം, ഒരു കഥ അറിയാം. അവർ ഭാര്യയും കൂടി നാച്ചുറൽ ബർത്ത് മതിയും തീരുമാനിക്കുന്നു. അതിനുള്ളൊരു സ്ഥലത്ത് ചെല്ലുന്നു,
അവിടെ വെച്ചിട്ട് കുഞ്ഞ് വരുന്ന സമയമായപ്പോഴത്തേക്കും ബ്ലീഡിങ്, കുട്ടി വരുന്നില്ല, ആകെ പ്രശ്നം, ഭാര്യയെ എടുത്തിട്ട് ഓടി. പക്ഷേ അവിടെ ഒരു ഇത്ര നേരം കൊണ്ട്, മിനിറ്റുകൾ കൊണ്ട് വലിയൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് എത്താനുള്ള സൗകര്യം ആ നടനുണ്ടായിരുന്നു. കഷ്ടിയാണ് അമ്മയും കുഞ്ഞും രക്ഷപ്പെട്ടത്. അദ്ദേഹം അത് പുറത്ത് പബ്ലിക്കായിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച്, അതിൻ്റെ റിസ്കിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല. ബട്ട് പറഞ്ഞ പോലെ തന്നെ ഈ ബ്ലീഡിങ് എന്നുള്ളത് ഏത് സമയത്തും വരാം അല്ലേ? അല്ല, അങ്ങനെ എടുത്ത് ഓടാൻ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. അങ്ങനെ എടുത്ത് ഓടുന്ന സമയത്ത് നമുക്ക് കൃത്യസമയത്ത് എത്തിക്കാൻ പറ്റുന്ന ഒരു അനാവശ്യ റിസ്ക്കാണ് നമ്മൾ എടുക്കുന്നത്, ഇപ്പം എവിടെ ദൂരെയുള്ള വീട്, തൊട്ടടുത്തൊരു ഹോസ്പിറ്റലൊന്നും ഇല്ലാത്ത വീടൊക്കെ ആണെങ്കിൽ ഇത് എങ്ങനെ ഓട്ടിച്ചെത്താനാണ്? അപ്പം ആ അമ്മയ്ക്ക് അപകടമാണ്, കുഞ്ഞിന് അപകടമാണ്. അതൊരു ക്രൈമാണെന്നേ ഞാൻ പറയുള്ളൂ. നിങ്ങൾ അറിഞ്ഞുകൊണ്ടൊരു കൊലപാതകമാണ് ചെയ്യുന്നത്. അതുപോലെ ഇതിലെനിക്ക് ഇപ്പോൾ ഒരുപാട് പേര് ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും എല്ലാം വരുന്നുണ്ട്. വീട്ടിൽ പ്രസവിച്ചാൽ പോരെ, നമ്മൾ ആ റിസ്ക് എടുക്കാൻ തയ്യാറാണ്. ആസ് പേരൻസ് നമ്മൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് എന്തെന്ന് ചോദിക്കുന്നുണ്ട്. അത് ആ ഒരു ലോജിക്കിൽ എന്തെങ്കിലും കാര്യമുണ്ട്? അത് നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ പുതിയ കൾച്ചറാണത്. എവറിത്തിങ് ഈസ് ഗെറ്റ് നോർമലൈസ്. എല്ലാം എന്തുകൊണ്ട് ചെയ്തുകൂടാ, എന്തുകൊണ്ട് ഇത് നോർമൽ ആയിക്കൂടാ എന്ന ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾ ചെയ്യുമ്പം അതിനകത്തൊരു അംശം വിവരക്കേട് ഉണ്ടെന്ന കാര്യം മനസ്സിലാക്കുന്നില്ല. കാരണം ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് അതൊരു തെറ്റായ ദിശയിലേക്കാണ് അത് കാണുന്ന ആൾക്കാരെയും പറഞ്ഞു വിടുന്നത്, എന്നാൽ ഇവരും തെറ്റായ ദിശയിലേക്ക് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിലെടുക്കുന്ന റിസ്ക് ആവശ്യമില്ലാത്ത റിസ്ക്കാണ് എടുക്കുന്നത്. നമുക്ക് റിസ്ക് എടുക്കാം ജീവിതത്തിൽ, റിസ്ക് എടുക്കുന്നത് നല്ലതാണെന്ന് ഞാൻ പറയുള്ളൂ. പക്ഷേ അറിഞ്ഞുകൊണ്ട് ജീവൻ വെച്ചിട്ട് അനാവശ്യ റിസ്ക് എന്തിനാണ് എടുക്കുന്നത്? ഒരു കുഴപ്പമില്ലാത്തൊരു മനുഷ്യനെ നമ്മളായിട്ട് കൊലപാതകത്തിലേക്ക് നയിക്കുന്ന രീതിയിൽ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ഇതിൽ ചോദിക്കുന്ന ചില വാദങ്ങളുണ്ട്. ഹോസ്പിറ്റൽസ് പലതും പാക്കേജുകളായിട്ടാണ് ഇപ്പോൾ പ്രസവങ്ങളെ പറയുന്നത്. അതായത് നിങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനത്തെ പാക്കേജ്, അങ്ങനെ വരുമ്പോൾ അങ്ങനത്തെ പാക്കേജ്. എന്തിനാണ് പ്രസവത്തിന് ഇത്രയും ചിലവ്? ഇപ്പോൾ ഒരു സെക്ഷൻ, സിസേറിയൻ ആണെങ്കിൽ അതിന് ചിലവ് കൂടുതലാണ്, ഓപ്പറേഷനൊക്കെ ഇൻവോൾവ്ഡ് ആണ്. പക്ഷേ ഒരു നോർമൽ ഡെലിവറി വരുമ്പോൾ ഇപ്പം ചില ഹോസ്പിറ്റൽസിൽ 35,000 പാക്കേജസ് തുടങ്ങുന്നത്. അപ്പോൾ ഇത്രയും എക്സ്പെൻസ് വെറുതെ നമ്മുടെ ഇത് മേടിക്കുമല്ലേ എന്നുള്ളൊരു ചിന്ത ആൾക്കാരുടെ ഉള്ളിലുണ്ട്. അതിലൊരു പോയിന്റ് എന്ന് വെച്ചാൽ രണ്ട് രീതിയിൽ തന്നെ കാണാം. ഒന്ന്, ഡെലിവറി എല്ലായിടത്തും നടക്കുന്ന സംഭവം തന്നെയാണ്. ലേബർ റൂം, നല്ല ലേബർ റൂമും ഫെസിലിറ്റീസും ഉണ്ടെങ്കിൽ എല്ലായിടത്തും നടക്കുന്ന സംഭവം തന്നെയാണ്. പക്ഷേ ഇതിന് NICU സ്ട്രോങ് ആയി വേണം. അപ്പോൾ NICUവിനുള്ള കോസ്റ്റ് ഉണ്ട്, NICUവിലുള്ള എക്യുപ്മെൻറ്റ്സ് എല്ലാം വേണം. ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ ഇന്ന് എന്തൊക്കെയുണ്ടോ അതെല്ലാം NICUs വേണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ കോസ്റ്റ് ഫാക്ടർ ഇൻവോൾവ് ആണ്. ഈ ഫെസിലിറ്റി 10 കുട്ടികൾക്ക് 5 കുട്ടികൾക്ക് ചിലപ്പോൾ ആവശ്യം വരുള്ളൂ, 2 കുട്ടികൾക്ക് ആവശ്യം വരുള്ളൂ, പക്ഷേ 8 കുട്ടികൾക്ക് ആവശ്യം വരില്ല. പക്ഷേ ഫെസിലിറ്റി അവിടെ വേണമല്ലോ, വേണം. ഫെസിലിറ്റി ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. ഇനി ഒരു വിഭാഗം ആൾക്കാർക്ക് പൈസ ചിലവില്ലാണ്ട് ഡെലിവറി എടുത്ത് പോകണം. ഇന്ന് വളരെ അഭിമാനത്തോടെ പറയാം, എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലും ആൻറ്റിനേറ്റൽ വിങ്ങും ഒബ്സ്ട്രറ്റിക്സ് വിങ്ങും ഏറ്റവും സ്ട്രോങ് ആയിട്ട് അവർ ചെയ്യുന്നത്. അപ്പം പണം ഇല്ലാത്ത കുറേ ആൾക്കാർക്ക്, തീരെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റൽ സ്ട്രോങ് ആയിട്ട് ഈ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു സൈഡിൽ. രണ്ട്, ചില ആൾക്കാർക്ക് ഡീലക്സ് റൂംസ് വേണം, സ്യൂട്ട് റൂംസ് വേണം, ലേബർ ഡെലിവറി സ്യൂട്ട്സ് താല്പര്യമുണ്ട്. ഓബിയസ്ലി ഇതെല്ലാം കോസ്റ്റ് അല്ലേ? ഫെസിലിറ്റിയും നമ്മുടെ പറയും മോഡേണൈസേഷനും മാറുന്ന സമയത്തും നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് ഹൈ ആകുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി കോസ്റ്റും കൂടും. അപ്പോൾ ഫെസിലിറ്റീസ് എല്ലാം വേണമെങ്കിൽ അതിൻ്റെ കോസ്റ്റും ആവും. ഇനി ഇതൊന്നും വേണ്ട, ജനറൽ വാർഡിൽ ഡെലിവറി നടത്താമെങ്കിൽ വളരെ കോസ്റ്റ് കുറവാണ്. ഇന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് തന്നെ വളരെ കോസ്റ്റ് കുറവാണ്. പക്ഷെ ആരും തയ്യാറാവുന്നില്ല. എല്ലാവർക്കും എല്ലാ ഫെസിലിറ്റിയും വേണം, എന്നാൽ കോസ്റ്റ് വരാനും പാടില്ല. ഇതാണ് ഇതിൻ്റെ റീസൺ. ഇപ്പം എനിക്ക് തന്നെ അറിയാവുന്ന പേഷ്യൻസ് പറയുമ്പോൾ നമുക്ക് ലേബർ ഡെലിവറി സ്യൂട്ട് വേണം, ഡെലിവറി കഴിഞ്ഞാൽ നമുക്ക് ജനറൽ വാർഡ് ബുദ്ധിമുട്ടാണ്, അത് ബാക്കി കുട്ടികളെ അങ്ങോട്ട് കിടത്താൻ പാടാണ്, അപ്പം റൂം തന്നെ വേണം, സിംഗിൾ റൂം വേണം, AC റൂം തന്നെ വേണം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് കോസ്റ്റ് കൂടും, സ്വാഭാവികം. അപ്പോൾ അത് ആൾക്കാരുടെ എക്സ്പെക്റ്റേഷൻസ് എന്താണ്, അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റൽ അതൊക്കെ അവൈലബിൾ ആണ്. ഒരു ഇടക്കാലത്ത് ഇതൊന്നും ഇല്ലായിരുന്നു. ഒരിടക്കാലത്ത് ഒരു ചെറുകിട ആശുപത്രിയിൽ ഒരു ചെറിയ ലേബർ റൂം സെറ്റപ്പിൽ ഡെലിവറി നടന്നുകൊണ്ടിരിക്കുന്ന സംവിധാനം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് സയൻസ് വലുതായി, ഹോസ്പിറ്റൽസ് വലുതായി, കംഫർട്ട് സോൺസ് കൂടി, ആൾക്കാർക്ക് എല്ലാ കംഫർട്ട് സോൺസും വേണം താനും. പക്ഷേ എവറിത്തിങ് വിൽ കം അറ്റ് എ കോസ്റ്റ്.